ശരത്തേട്ടൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല നമ്മുടെ അഭിനയിച്ച സിനിമയുടെ പേര് തന്നെ അറിയപ്പെടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പേര് അപ്പാനി ശരത് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടു. അത് എപ്പോഴെങ്കിലും ബേർഡനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു പേരിലൂടെ അറിയപ്പെട്ടത് വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാര്യം ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ആർട്ട് ഫോം ആണെങ്കിലും അത് ആ ആർട്ട് ഫോമിലൂടെ പേരും അതിലൂടെ അറിയപ്പെടുക എന്ന് പറയുന്നത് ചുരുക്കം പേർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാനിത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് ജയൻ രവി പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ആ ഒരു പേര് സിനിമേൻ്റെ പേരിൽ അറിയപ്പെടേണ്ടെന്നുള്ള അങ്ങനെ പേര് മാറ്റി അദ്ദേഹം പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു പുള്ളി. ഞാനൊരു പറയും, എന്റെ ആഗ്രഹം വേറെ. ഇപ്പൊ ഞാൻ അടുത്തൊരു സിനിമ വരെയാണ്, ആ സിനിമയിലെ കഥാപാത്രത്തിലൂടെ എന്റെ പേര് അറിയപ്പെടും. അപ്പൊ ഈ പേര് പതുക്കെ മറക്കുക, എന്നിട്ട് വേറെ വിളിപ്പേരിൽ മാറുക, അതാണ് എന്റെ ഇഷ്ടം. എന്താണ് അടുത്ത സിനിമ, എങ്ങനെയുള്ള സിനിമ ചെയ്യാൻ ആഗ്രഹം? വില്ലൻ എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ അല്ലാതെ ഹ്യൂമറോ അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉള്ള ഇല്ല. എനിക്ക് ഭയങ്കര ടഫാണ് അത് ചെയ്യാൻ. ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. കോമഡി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാനും നമുക്ക് കരയിപ്പിക്കാനൊക്കെ പറ്റണം ഒരു ആക്ടർക്ക്. ഒരു വയലൻസ് മാത്രമല്ല, വേറെ രീതിയിലല്ല ഞാൻ പറയുന്നത്. അങ്കമാലിയിലെ ക്യാരക്ടർ ഒരു ഹ്യൂമർ എന്നുള്ള രീതിയിലല്ല പറയുന്നത്, പക്ഷെ അത് രസിപ്പിച്ച ഒരു ക്യാരക്ടറാണ്. അതെ 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 അതെ. ഞാൻ ഉദ്ദേശിച്ച കോമഡി, പക്ക കോമഡി ഇല്ലേ. നമ്മുടെ സിനിമയിൽ ഇപ്പൊ ഒരുപാട് കോമഡി സിനിമകൾ ഇറങ്ങി. എനിക്ക് കോമഡി ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതായത് മറ്റേ ഡയലോഗ് പറയുമ്പോ ഞങ്ങളൊക്കെ അത് കണ്ട് ഒരു വട്ടലും ചെയ്യൂല. അത് നമ്മള് കോമഡി അങ്ങനെ ആ രീതിയിലല്ല എടുക്കുന്നത്, പക്ഷെ അത് രസിക്കും. അപ്പൊ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഇതില്ലേ പുരാണത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയല്ല, ഏതെങ്കിലും പുരാണ സിനിമകളിൽ അഭിനയിക്കണം. ആയിക്കോ, എല്ലാം എന്തും പോവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഹോൾസെയിലാണ് ഇവിടെ. അതെ. അതുപോലെ ശബരീഷ് ചേട്ടാ റീസെന്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, നമ്മുടെ പ്രേമത്തിന്റെ ഫുൾ ആലുവ ടീം മൊത്തം ഉള്ളത്. അപ്പൊ അത് ഓൾമോസ്റ്റ് കുറച്ച് നമ്മുടെ നിവിൻ ചേട്ടൻ അൽഫോൺസ് ചേട്ടൻ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പോ നമുക്കൊരു ചെന്നൈയിലായിരുന്നു, രാജേഷും ഇല്ലായിരുന്നു, അവരൊക്കെ ചെന്നൈ ടീംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കൂടാറുണ്ടോ പ്രേമൻ ടീംസ് ഒക്കെ? പിന്നെ നിങ്ങള് പ്രേമത്തിന് മുമ്പേ കൂടുള്ള ടീമല്ലേ. അപ്പോൾ ആ ഒരു സിനിമയിലോട്ട് എൻട്രി എന്ന് വെച്ചാൽ കുറച്ച് റിസ്കി ആണോന്ന് വെച്ചാൽ അല്ലാന്നുള്ള ആൻസർ പറയുമായിരിക്കും അല്ലേ മൂവിയിലോട്ടുള്ള എൻട്രി? അയ്യോ, അതങ്ങനെ അതല്ലേ പറഞ്ഞു. ഞങ്ങളൊരു ആലുവയിൽ നിന്ന് കുറച്ച് ആൾക്കാർ സ്വപ്നം കണ്ടു, സിനിമ സ്വപ്നം കണ്ടു. പഠിക്കാനായിട്ട് ചെന്നൈയിലേക്ക് പോയി. ഞാൻ അൽഫോൺസും പോയി. SI എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത്. സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ബെയർ ഓൺ ബേ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജായിരുന്നു അത്. അവിടെ ചെന്ന് അവൻ DFM ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് പഠിച്ചു, ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് തന്നെ ചെയ്തു തുടങ്ങി. ഞങ്ങളിവിടെ MES കോളേജ് മാറമ്പള്ളി എന്ന് പറഞ്ഞാൽ ആലുവയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് മാറമ്പള്ളി എന്ന് പറയുന്നത്. ആലുവയ്ക്കും പെരുമ്പാവൂരിനും അടുത്തുള്ള സ്ഥലമാണ് MES കോളേജ് എന്ന് പറയുന്നത്. അവിടെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കിച്ചു. അതിൻ്റെ അകത്ത് കോയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചെയ്തു. ഞങ്ങളുടെ ഒരു വർഷം സീനിയർ ആയിരുന്നു അൽഫോൺസ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കലാപ്രവർത്തനത്തിൽ ഒരുമിച്ച് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ അൽഫോൺസ് പാസ്സായതിന് ശേഷം ഞങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് അൽഫോൺസ് വന്നിട്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങി. അങ്ങനെ അതിനു മുമ്പേ പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്. അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഒരു സമയത്ത് ഗോബൂസ് എന്ന് പറഞ്ഞ ഒരു ചായക്കടയുണ്ട് ആലുവ പാലസിനടുത്ത്. അവിടെയായിരുന്നു ഞങ്ങളെല്ലാവരും, ആലുവയിലുള്ള ഒരുമാതിരിപ്പെട്ട പിള്ളേരെല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് ആ സമയത്ത്. ഇന്നും ആൾക്കാരൊക്കെ വരുന്നുള്ളൊരു സ്ഥലമാണ്. അവിടെ വന്ന് ഞാനും കിച്ചുവും അയവർക്കുമായിരുന്നു. എങ്ങനെയാണ്, കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ സിനിമയിൽ കലാപ്രവർത്തനം, കാരണം ഒരു കലാപാരമ്പര്യത്തിൽ ജനിച്ച ഒരാളാണ്. വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും എന്താ ചെയ്യുക, അഭിനയമാണ്. പിന്നെ തിരക്കഥാരചന, അങ്ങനെ എഴുത്ത്, അഭിനയം, ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ് ഞാനും. കിച്ചുവും അതേപോലെ തന്നെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യും എന്നുള്ള സമയത്താണ് അൽഫോൺസ് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. അതിൻ്റെ തിരക്കഥാകൃത്ത് ഞാനായിരുന്നു, നായകൻ ഞാനായിരുന്നു, കിച്ചു എൻ്റെ അകത്തുണ്ട്, വേറെ ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വേറെ ഇന്ന് സിനിമയിലൊന്നും ഇല്ലാത്ത വേറെ ആൾക്കാരുണ്ട്. അൽഫോൺസ് ഡയറക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ സിനിമയിലേക്ക് നമ്മളെങ്ങനെ പോകും, എല്ലാവരും പാസ് ഔട്ടായി. ഓക്കെ, നമുക്കെന്നാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാനും അൽഫോൺസും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി ആർട്സ് കോളേജിൽ പോയിട്ട് അതിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി ഞങ്ങൾ രണ്ടുപേരും തോറ്റു. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ കയ്യിൽ അന്നില്ല. സിനിമ ആസ്വാദനം എന്നുള്ള ഒരു ഇത് മാത്രമേ നമ്മൾക്കുള്ളൂ. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല, അതിലും തോറ്റു. അങ്ങനെ വന്നപ്പോഴാണ് അൽഫോൺസ് ഒരു ദിവസം വിളിച്ചിട്ട് വേണ്ട SI എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടെ നമുക്ക് പോയി നോക്കാം. അതിൻ്റെ എൻട്രൻസ് നടക്കുന്നത് സേക്രഡ് ഹാർട്ട്സ് തേവരയിലാണ്, നമുക്ക് അവിടെ പോയി ഒന്ന് എഴുതാം എന്ന് പറഞ്ഞു. അതൊരു എൻട്രൻസ് പേരിന് മാത്രമായിരുന്നു. നമ്മൾ എൻട്രൻസ് എക്സാം എഴുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ചേരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അൽഫോൺസും ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം അവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സൗണ്ട് എനിക്ക് പണ്ട് തൊട്ടേ, കാരണം മ്യൂസിക് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അവൻ ഡയറക്ഷൻ പഠിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കി വെച്ച, നമ്മൾ പൂർത്തിയാക്കാൻ പറ്റാത്ത ആ കോളേജിലെ ഷോർട്ട് ഫിലിം നമ്മളവിടെ തമിഴിൽ ചെയ്യുന്നു. അത് അൽഫോൺസിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട്, ആ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് ഈ ഷോർട്ട് ഫിലിംസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു അൽഫോൺസ് എലി എന്ന് പറഞ്ഞ നേരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് വിനീത് കണ്ടിട്ട്, ആ സമയത്തൊക്കെ നമ്മളെ അൽഫോൺസിൻ്റെ ഇടവകയിലെ ആളാണ് നിവിൻ, സിജു വിൽസൺ, ഇവരെയൊക്കെ നമ്മൾ ഒരുമിച്ച് സിനിമയിൽ താല്പര്യമുണ്ട്. അപ്പം നിവിൻ ഇൻഫോസിസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ അവൻ ദുബായിക്ക് പോകാൻ, ഓക്കെ ഇവിടെ നിന്നൊക്കെ വിട്ട് ഒന്ന് രക്ഷപ്പെടാൻ ദുബായിക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി പുതുമുഖങ്ങളെ തേടുന്നു എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ ഒരു പോസ്റ്റ് ഇടുന്നു, ഇതിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിവിൻ സിനിമയിലേക്ക് കയറുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് ഈ വിനീത് നമ്മളെക്കുറിച്ചൊക്കെ അറിയുന്നു. എലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം വിനീത് ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് എന്ന് പറഞ്ഞ ആൽബം ഞങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെയായിട്ടുള്ള ശ്രീജിത്ത് എടവന എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, അവനിന്നും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, അവൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ അങ്ങനെ നിവിനെയും നസ്രയും വെച്ച് ഇത് ചെയ്യുന്നു. അതിനുശേഷം തട്ടത്തിൽ മറയത്ത് സംഭവിക്കുന്നു. അതിനുശേഷം നേരം എന്ന് പറഞ്ഞ പടം ഓണാവുന്നു. ടോട്ടലി വേറെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തുള്ള ബനിയനും അണ്ടർവെയേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോയമ്പത്തൂരുള്ളൊരു പ്രൊഡ്യൂസർ, ഒരു വ്യവസായി, പുള്ളിയുടെ എന്താ പറയുക സൺ ഇൻ ലോ ആയിട്ടുള്ള അഭിരാം എന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നു. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ 2 ലാംഗ്വേജ്, അതിനു മുമ്പ് വേറെ കഥകളുണ്ട്, ഇതായിട്ട് പറയുന്നതാണ്. നേരം എന്ന് പറഞ്ഞ സിനിമയും കൊണ്ട് ഒരുപാട് സമയത്ത് കിടന്നു. തെലുങ്കിലും തമിഴിലും ചെയ്യാൻ വേണ്ടിയിട്ട് തെലുങ്കിലെ ഡയലോഗൊക്കെ ഞാൻ കാണാപ്പാടം പഠിച്ച് ഇപ്പോഴും തെലുങ്കിലെ സ്ക്രിപ്റ്റൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ കഥകളൊക്കെ വേറെ. ഒരു തെലുങ്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നേരം എല്ലാവർക്കും അറിയാം. നേരം കന്നഡയിൽ ചെയ്തു, ഗുജറാത്തിൽ ചെയ്തു, മറാഠിയിൽ ചെയ്തു. ഇനിയിപ്പോൾ തെലുങ്കിൽ പോയി ചെയ്യണം. എന്തിനാ? അതവർക്ക് ആരെങ്കിലും ചോദിച്ചാൽ മലയാളം കണ്ടാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ തമിഴ് കണ്ടാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. മൂവിയിലോട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവില്ല, പക്ഷെ അത് പുറത്ത് പറയാത്തത് കൊണ്ടായിരിക്കില്ലേ? എല്ലാവർക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു 20-30 വർഷം മുമ്പുള്ള സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ. ഇപ്പോൾ കുറച്ചും കൂടി ഓപ്പണാണ്. പക്ഷേ എങ്കിലും ടാലൻറ്റ് ബേസ്ഡ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മളുടെ ടാലൻറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്കൊരു എൻട്രി കിട്ടുകയുള്ളൂ. പിന്നെ സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് വേറെ കുറച്ച് ടാലൻസും കൂടി വേണം. ഈ ടാലൻറ്റ് മാത്രം പോരാ, അതിന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ വേണം. സർവൈവ് ചെയ്തു പോകാനുള്ള സർവൈവൽ ടെക്നിക്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്.